എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ച്. ഇപ്പോഴൊന്നുമല്ല, 92 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ആ മരണ വാർത്ത കേട്ടപ്പോൾ ഡയറക്റ്റ് വലിയ പരിചയമില്ലെങ്കിൽ പോലും എന്താ പറയുക, ഒരു മനസ്സിന് വല്ലാത്തൊരു വിഷമം വരുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യുവ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞുള്ളൂ, സ്വിമ്മിംഗ് പൂളിൽ അപകടത്തെ തുടർന്ന് മരണപ്പെട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പൂളുള്ള റിസോർട്ട് ഉണ്ടല്ലോ, ഭൂരിഭാഗം യുവാക്കൾ ബുക്ക് ചെയ്യണത് നാടൻ പ്രയോഗത്തിലാണെങ്കിൽ അർമാദിക്കാനാണ്, ആഘോഷിക്കാനാണ്. അപ്പോൾ ഈ പൂളുള്ള റിസോർട്ടിൽ ഞാനൊരു 5-6 തവണ ചിലവഴിച്ചിട്ടുണ്ട്, പലയിടങ്ങളിലായിട്ട്, പല കൂട്ടുകാരൊത്ത്. അതിൽ വയനാട് ഇതേപോലെ കൂടിയപ്പോൾ അതിലെൻ്റെ ഡയറക്റ്റ് കൂട്ടുകാരനല്ല, കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ, അദ്ദേഹം ഇത്തിരി ഓവറായിരുന്നു, തലകുത്തിമറയിലും ബഹളമൊക്കെ ആയിരുന്നു. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, കാരണം ഈ പൂളിൻ്റെ പുറം ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും, അതേപോലെ വെള്ളവും ഉണ്ടാവും. അപ്പോൾ അപകട സാധ്യത കൂടുതലാണ് ആ ഇടങ്ങളിലൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതിൽ വാഗമണിലും പോയപ്പോൾ ഒരു അപകടം സംഭവിച്ചു. ഒരു സുഹൃത്തിൻ്റെ തല എന്നിട്ട് താഴെ ഇടിച്ചു. അത് പിന്നെ വലിയ എന്താ പറയുക, നല്ലോണമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, എനിക്കൊണ്ട് പ്ലാസ്റ്റിക് അല്ല, വേറെന്ത് മെറ്റീരിയലാണ്, അത് വെച്ച് പുറം ഭാഗങ്ങളുണ്ടല്ലോ, പുറം ഭാഗങ്ങൾ ഫിനിഷ് ചെയ്യുക. അതേപോലെ തന്നെ ഉള്ളും ഇതേപോലെ പഠിച്ചതിന് ശേഷം എന്തിലൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം പുതിയ സാധ്യതകളൊക്കെ തേടാവുന്നതാണ്. അപകടം സംഭവിച്ചാൽ തന്നെ കാര്യമായിട്ട് പരിക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു സാധനം സെറ്റ് ചെയ്യാവുന്നതാണ്. പുറം ഭാഗങ്ങളിൽ മസ്റ്റായിട്ടും ചില അരികൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഷാർപ്പായിരിക്കും, ഒന്ന് വീണ ആണ്ടായിരത്തി തീരുമാനമാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ ഒരുപാട് തവണ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം കൂട്ടുകാരത്ത് പോകുമ്പോൾ ഇതേപോലെ നമ്മളൊക്കെ നോർമൽ ബോധത്തിലായിരിക്കും, അവരാഘോഷിക്കണമായിരിക്കും. പക്ഷേ ആഘോഷം മറന്ന് അഭ്യാസത്തിന് വഴി മാറി അപകടത്തിലേക്ക് പോകാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റിസോർട്ടുകളൊക്കെ ഉള്ളത് ഇത്തിരി ഉള്ളിലേക്ക് കയറിയാണ്, സിറ്റിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം വേറെ ഒന്നുമില്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പുതിയ സാധ്യതകൾ തേടട്ടെ ഇങ്ങനെയെങ്കിലും. അപ്പോൾ മറ്റേ വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.